ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ദീപിക പദുകോൺ ട്രെൻഡിങ് ആക്കിയ യമദാക്ഷി ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു ഭൂട്ടാൻ ഡിഷാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഏകദേശം ഒരു 6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 പച്ചമുളകാണ്. 3 പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തത്. അത് ഇതുപോലെ നീളത്തിൽ കീറിയെടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിൻ്റെത് ഇതുപോലെ ഉള്ളിലത്തെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റാത്ത അത്രയും എരിവുണ്ടാകും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പച്ചമുളകിന് അധികം എരിവില്ലാത്തതാണെങ്കിൽ ഇതുപോലെ കളഞ്ഞെടുക്കണം എന്നില്ല. ഈ ഒരു കറിയിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഈ ഒരു ചില്ലിയും ചീസും ആണ്. അതുകൊണ്ട് നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ അധികം കുറവ് വരുത്താനും പറ്റില്ല. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഇതുപോലൊരു പാനിലേക്ക് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗാർലിക് ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു യമദാക്ഷിയിൽ യമ എന്ന് പറഞ്ഞാൽ ചില്ലിയും ദാക്ഷി എന്ന് പറഞ്ഞാൽ ചീസ് എന്നാണ് അർത്ഥം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭൂട്ടാനീസ് സ്റ്റൂ ആണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 3 ചീസ് സ്ലൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒന്നും ചേർത്ത് കൊടുക്കാനില്ല. നമ്മുടെ കറി ഏകദേശം റെഡിയായി. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കുമ്പോഴേക്കും കുറച്ചുകൂടി ഒന്ന് കട്ടിയായിക്കോളും. അപ്പോൾ നമ്മുടെ മട്ട റൈസിൻ്റെ കൂടെ ഈ ഒരു കറി ടേസ്റ്റ് ഉണ്ടാകില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ബസ്മതി റൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബസ്മതി റൈസ് സാധാരണ റൈസ് വേവിക്കുന്നത് പോലെ വേവിച്ചെടുത്തതേ ഉള്ളൂ. ഗീ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഈ ഒരു കറി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കറി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു. ഞാനിന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു മുട്ട ഓംലെറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു റൈസിന് ഈ ഒരു കറി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് കൂടി ഒരു പ്രശ്നം തോന്നിയത് ഒരു 2-3 ആൾക്കാരുള്ള വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല. കുറച്ചധികം പേരുള്ള വീടുകളിലൊന്നും ഈ കറി അധികം അങ്ങ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ കറി ഉണ്ടാക്കുമ്പോൾ അത്രയും കൂടുതൽ ചീസും ഇതിന് ആവശ്യമാണ്. എന്നിരുന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. വെറും 2 മിനിറ്റൊക്കെ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടു. ചീസ് ആയതുകൊണ്ട് തന്നെ കുട്ടികളായാലും നന്നായിട്ട് കഴിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഈ ഒരു കറി ഉണ്ടാക്കി നോക്കണം. കാരണം നമ്മൾ സാധാരണ കഴിക്കുന്ന കറികളിൽ നിന്നും വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഈ ഒരു കറി നമുക്ക് തരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.